ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദർശൻ വക്കീൽ വാസവനോട് പറയുന്നുണ്ട്, തൻ്റെ പണം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളും വാങ്ങിക്കാമെന്ന് താൻ വിചാരിക്കേണ്ട. എന്തായാലും ദർശൻ അതിന് കിട്ടൂല. നട്ടലുള്ള ആൺപിള്ളേരെ താൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ വെച്ച് താൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ പുറത്തിറങ്ങിയ വിക്രത്തിനെ എന്തെങ്കിലും ചെയ്യാമെന്നും താൻ വിചാരിക്കേണ്ട. നട്ടലുള്ള ആൺകുട്ടിയാണ് അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രമിനെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീനി സാറ് ഒരു 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, ഒരുപാട് നേരം വൈകിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർ. അങ്ങനെ വിക്രമിനോട് ശ്രീനി സാറ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ദർശനം ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും ദർശൻ വരികയാണ് കേട്ടോ. ദർശനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ദർശൻ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ പേരിലാണ് ആ ചെക്കനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതെന്ന് എന്നോട് പറയൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ പറയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വക്കാലത്ത് ഒപ്പിട്ട് വന്നിട്ടുള്ള വക്കീലിനോട് അത് പറയേണ്ടത് അത്യാവശ്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ, ഞാൻ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തില്ല, ക്ഷണിക്കാതെ കയറി വന്ന വക്കീലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വക്കാലത്തപ്പോൾ ഒക്കെ വിക്രം തന്നെ ഒപ്പിട്ട് തന്നിട്ടുള്ളതാണ്, പക്ഷേ കാര്യം എന്നോട് പറയേണ്ടതാണെന്ന് പറയട്ടെ. അപ്പോൾ അത് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയേണ്ടത് വേദനയോടായിരുന്നു എന്നെ എന്ന് പറയുകയാണേ. എന്നിട്ട് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സാർ ഞാൻ ഒപ്പിട്ട് തരാണ്ട് ഈ കേസ് ഏറ്റെടുത്തത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഒപ്പിട്ട് തന്നത് വിക്രം തന്നെയാണ്, തൻ്റെ ശ്രീനി സാറിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം ഓർക്കാണ് കേട്ടോ, പോലീസ് സ്റ്റേഷൻ സബ് ജയിലിൽ കഴിയുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് ശ്രീനി സാറിന് വേണ്ടിയിട്ടാണ് വക്കാലത്ത് ഒപ്പിട്ട് തരാൻ പറഞ്ഞിട്ട് ഒപ്പിടിക്കണത്. അപ്പോൾ വിക്രമിന് മനസ്സിലാവാണ്ട് അങ്ങനെയാണ് ഒപ്പിട്ടത്. എന്തായാലും വിക്രം പൊക്കോ, വിക്രത്തിന് ഞാൻ ഇറക്കിയിരിക്കും എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദന വീട്ടിലേക്ക് ദർശനെ വിളിച്ച് വരുത്തിയിട്ട് വഴക്ക് പറയാണ്. ദർശൻ്റെ അച്ഛനും ശ്രീകാന്തും വർഷയൊക്കെ കൂടിയിട്ട് എന്ത് തന്നെയായാലും ഈ ഒരു കേസ് ദർശൻ ഏറ്റെടുത്തത് ശരിയായില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്, നിങ്ങളുടെയൊക്കെ ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുന്നുണ്ടോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ദർശൻ്റെ അച്ഛൻ പറയാണ്, എടാ ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട് മാത്രമല്ല, ഇവിടെ ഉള്ളത് നമ്മുടെ വീട് തന്നെയാണ്. ഈ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ ഇടപെടേണ്ടതിൽ നിന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദർശൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി ഈ അഭിപ്രായം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലയെന്ന്. അപ്പോഴേക്കും വർഷ പറഞ്ഞിട്ടുണ്ട്, ദർശ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. വേദ മറ്റൊരു വിവാഹം കഴിച്ച് പോയപ്പോൾ നിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്ന് എനിക്കറിയാം. നീ മറ്റൊരു വിവാഹം കഴിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നമ്മുടെ ശങ്കരനാരായണൻ വരികയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ വന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ എന്തൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അല്ല ദർശൻ എന്തിനാണ് വിക്രമിന് വേണ്ടിയിട്ട് ഹാജരായതെന്ന് പറഞ്ഞിട്ട് ദർശനെ എല്ലാവരും കൂടിയിട്ട് മേക്കെട്ട് കയറാണ്. ദർശനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്തും അച്ഛനൊക്കെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിക്രത്തിന് വേണ്ടിയിട്ട് ദർശനെ ഹാജരാകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശങ്കരനാരായണൻ പറയണത്, കേസിൻ്റെ കാര്യം കോടതിയിലും വീട്ടിലെ കാര്യം വീട്ടിലുമാണ്, കേസിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ വീട്ടിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ ദർശൻ ഈ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് ശരിയല്ല. എന്തായാലും ഈ കേസിൻ്റെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തോടുകൂടിയിട്ട് വിക്രമിൻ്റെ വക്കീൽ ദർശനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലേക്ക് ദർശൻ വന്നിട്ടുണ്ടെങ്കിൽ മീഡിയക്കാർ അത് ഏറ്റെടുക്കും. വാസവൻ്റെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടാവും, അതിനൊരു അവസരം വരുത്തണ്ട, ദർശൻ പൊക്കോളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ദർശൻ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ദർശൻ സമ്മതിച്ച് വീട്ടിൽ നിന്ന് പോകാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി കമലാമ്മരെ ഫോണിലേക്ക് വിളിച്ചിട്ട് ദർശൻ വക്കീലിനെ വന്നത് ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ കമലം പറയാതെ എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസമായത് സാവിത്രിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ വരികയാണ് കേട്ടോ. മാഷ് വന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല അവളൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ വിക്രം പുറത്തിറങ്ങണം എന്നാണ് ആഗ്രഹം, എന്തായാലും ദർശൻ വക്കീൽ വന്നത് ഭാഗ്യമായി. ദർശൻ വക്കീലോ എന്ന് ചോദിക്കാനായിട്ട് മാഷ്, അതെ ദർശൻ വക്കീലാണ് മാഷേ ഇന്ന് നമ്മളെ വിക്രമിന് വേണ്ടിയിട്ട് ഹാജരായത്. ആ രാമൻ മേനോൻ വക്കീലുണ്ടല്ലോ, അയാൾ വക്കാലത്ത് ഒഴിഞ്ഞു. അപ്പോൾ ദർശൻ വന്നു. ദർശൻ എങ്ങനെ ഈ ഒരു കേസ് ഏറ്റെടുത്തത് അതൊന്നും അറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേദന വിക്രമിൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് ഓർമ്മയില്ലേ, അന്ന് വിക്രമിനെ കാപ്പ ചുമത്തിയപ്പോൾ ദർശൻ വക്കീലല്ലേ രക്ഷിച്ചത്, അത് പക്ഷേ വേദ പറഞ്ഞിട്ടാണല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇനി ഇതും വേദ പറഞ്ഞിട്ടാണോ എന്ന് വിനായകൻ ചോദിക്കുകയാണ്. ഇതൊന്നും വേദ പറഞ്ഞിട്ടായിരിക്കില്ല എന്ന്
പറയാണ് കേട്ടോ നന്ദിനി. അവൾ കേസിൽ കൊടുക്കാൻ നോക്കല്ലേ, പിന്നെ എങ്ങനെയാണ് അവൾ വക്കീലിനെ വെച്ച് വാദിക്കാമെന്ന് പറയണം. അപ്പോഴേക്കും വേദ വരികയാണ് കേട്ടോ. വേദ വരുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, ദർശൻ വക്കീൽ വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലല്ലേ വിക്രമിന് വേണ്ടി വാദിക്കാനായിട്ട്? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലോ, വിക്രമിന് എന്തിനാണ് ഈ കേസിൽ ഹാജരായതെന്നാണോ ചോദിച്ചതെന്ന് നന്ദിനി ചോദിക്കുകയാണ്. അതെ, ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ കമലാമ്മ ദേഷ്യപ്പെടാണ് കേട്ടോ. നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? നിനക്ക് എൻ്റെ മോനോട് എന്താണ് ഇത്ര ശത്രുത? നീ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചത് ഞാനാണ്. പക്ഷേ ഇത്തരത്തിലൊരു തിരിച്ചടി നിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ നന്ദിനി പറയും, ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. നീ നന്ദിനിക്ക് മാത്രം അത് വിശ്വസിച്ചേ മതിയാവൂ. പക്ഷേ ഇപ്പം എല്ലാവർക്കും തൃപ്തിപ്പെട്ടല്ലോ, നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ്. അന്നേരം കമലാമ്മനോട് വേദ പറയണം, അമ്മേ ഞാൻ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നിനക്ക് തുറന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നീ അവിടെ എവിടെയും തൊടാണ്ട് കുറേ പറയുന്നുണ്ട്. എന്തായാലും ദർശൻ വക്കീൽ വിക്രത്തിനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ പോവുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നന്ദിനി ഭക്ഷണം എടുക്കുക, എനിക്ക് നല്ല വിശപ്പുണ്ട്, കുറച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് വന്നിട്ട് വേദനയോട് പറയാണ്, സാരമില്ല, നിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുമ്പോൾ ഇപ്പം ഈ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞോളൂ. രാത്രിയുടെ ഇരുട്ട് മറയ്ക്കാനായിട്ട് ഒരു നക്ഷത്രത്തിന് വരെ കഴിയും. അതുകൊണ്ട് മോൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നീട് കോടതിയാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത ദിവസം കോടതി കൂടിയിരിക്കുകയാണ്. അങ്ങനെ വിക്രം പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വേദന വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പേര് അതല്ലായിരുന്നല്ലോ എന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് വേദ വിക്രം എന്നുള്ള പേര് മാറ്റി വേദ ശങ്കരനാരായണൻ എന്നാണ് ഒഫീഷ്യൽ നെയിമെന്ന് മൊഴി നൽകിയ ആൾ തന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ കൂട്ടിൽ കയറി നിന്നുങ്ങാണ്ട് തൊഴുത് നിൽക്കുകയാണേ. അപ്പോൾ വിക്രം വേദന നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റാൾ വന്നിട്ട് അങ്ങനെ സത്യം മാത്രം പറയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതിയുടെ പ്രൊസീജിയറൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ദർശൻ വരികയാണ് കേട്ടോ. ദർശൻ വന്ന് ചോദിക്കുന്നുണ്ട്, പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വേദ എന്ന് പറയും കേട്ടോ. മുഴുവൻ പേര് വേദ ശങ്കരനാരായണൻ എന്ന് പറയും. അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഭർത്താവിൻ്റെ പേരല്ലേ ഇടാ എന്ന് ചോദിക്കുകയും, ഇത് എൻ്റെ അച്ഛൻ്റെ പേരാണെന്ന് പറയട്ടോ. എന്താ അങ്ങനെ ഭർത്താവിൻ്റെ പേരിടാത്തതിൻ്റെ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മറ്റേ വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ഹീറോ, അതുകൊണ്ട് ആ പേര് ഒഫീഷ്യലായിട്ട് മാറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഹീറോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമാണോ വെറുപ്പാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും വീണ്ടും മറ്റേ വക്കീൽ എഴുതുന്നത് വെറുതെ ആവശ്യമില്ലാണ്ട് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രതിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദർശൻ പറഞ്ഞ്, ഒരിക്കലുമല്ല, ഞാൻ കേസിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ചോദ്യങ്ങളോട് പ്രതിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും പ്രതിയോടുള്ള നീക്കം മനസ്സിലാക്കാനും എനിക്ക് സാധിക്കും എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം എന്നിട്ട് ചോദിക്കുകയാണ്, വിക്രമനോട് നിങ്ങൾക്ക് സ്നേഹമാണോ ദേഷ്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ആരോടും ദേഷ്യമില്ല. അപ്പോൾ ദേഷ്യമില്ല പക്ഷെ സ്നേഹവും ഇല്ല അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല. വിക്രമ എൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കും. വിക്രമ കൂട്ടുകാരുടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഗുണ്ടാപ്പണി ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല. വിക്രം മുമ്പ് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേദ പറയും. അപ്പോൾ ദർശൻ ചോദിക്കും, അപ്പോൾ മുമ്പ് വിക്രം വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ നിങ്ങളും വിക്രമും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വേദ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അങ്ങനെ ദർശൻ വന്നിട്ട് ജഡ്ജിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ എന്ന് പറയാണ്. പ്രതിയും പ്രതിയുടെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കിട്ട എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.